വെൽക്കം ടു പുതിയ വീഡിയോ. ഇന്ന് രാവിലെ തന്നെ നമ്മളെ വീഡിയോ തുടങ്ങുന്നത് നേരെ പെൻ്റെ മേലെ കയറിക്കാനാണ്. പെണ്ണുങ്ങളെ മേലെ കയറിക്കാണ്ട് നല്ല മാങ്ങ ഉണ്ടാവും, പൂത്ത മാങ്ങ ഉണ്ടാവും. ഇവിടെ പുറത്തൊക്കെ തൂങ്ങിക്കണമൊക്കെ പച്ചാണെന്ന് പറഞ്ഞാൽ എൻ്റെ മേലെ കയറിയതാണ്. മേലെ കയറിയപ്പോൾ മാങ്ങ ഉണ്ട്, പക്ഷെ പൂത്തിട്ടില്ല. ഏതായാലും കയറിയ സ്ഥിതിക്ക് രണ്ടെണ്ണം പറിച്ച് നമ്മളോട് പോകുന്നു. പൂത്തിട്ടില്ലെങ്കിലും കയറിയ സ്ഥിതിക്ക് രണ്ടെണ്ണം പറിച്ചുണ്ട്. അത് കഴിഞ്ഞ് നേരെ അപ്പുറത്ത് കിരിഞ്ഞൊക്കെയാണ് അമ്പായം കണ്ടത്. അമ്പായങ്ങി നമ്മുടെ പേരിലിട്ട് അമ്പായങ്ങിയും മാങ്ങിയും എല്ലാ കാര്യങ്ങളും കൊണ്ട് സമൃദ്ധിപരമായ വീടാണ്. ഒരു പേരുടെ മേലെ കയറിയതല്ല, അപ്പുറത്തെ പേരുടെ മേലെ കൂടി കയറണം പറഞ്ഞ് ഉമ്മ വിളിച്ചിന്. ടാങ്കിൽ എന്തോ കുടുങ്ങിക്കണമല്ലോ. അപ്പോൾ ആ സാധനം കൊണ്ട് കോണിയും കൊണ്ട് പോണ പോക്കാണ് ഈ കാണുന്നത്. ഈ പോണ സീന് കണ്ട നമ്മൾ ബാഹുബലിത്തെ പാട്ട നമുക്ക് ഓർമ്മ വരുന്നു. നാട്ടുകാരും കണ്ടില്ല എന്നൊക്കെ വെറുതെയാണ്. നാട്ടുകാർ മുഴുവൻ കണ്ടിട്ട് ഞാൻ കോണിയും കൊണ്ട് പോകണം. ഏതായാലും കോണി അവിടെ വെച്ചിട്ട് നമ്മളെ ചാരി വെച്ചിട്ട് നേരെ മേലെ കയറിയാണ്ട് കോണി അവിടുന്ന് വലിച്ചു കേട്ട രംഗങ്ങൾ കാണുന്നത്. അടിയിലൊന്ന് കുഞ്ഞോളിങ്ങനെ ചെറിച്ചുണ്ട്. നമുക്ക് വിഷയമല്ല, ഇതല്ല ഇതിന്റെ അപ്പുറം കണ്ടവനാണ് ഈ കെ തോമസ്. ഏതായാലും കയറിയതല്ല, ഒരു 360 ഡിഗ്രി സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് കറക്കും കറക്കിയാണ് നമ്മളോട് നേരെ ഇറങ്ങി. ദോശ എന്ന വൻമരം വീണ് നമ്മൾ വിചാരിച്ചിരുന്നു, പക്ഷെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദോശ തന്നെയാണ്. കറികൾക്ക് മാറ്റേണ്ടതെന്നാവല്ലാതെ ദോശ മാറുന്നത് കാണില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം ആഴ്ചയിൽ 1-2 വട്ടം മാറ്റം വരുത്തുന്നു. അതും കഴിഞ്ഞ് നേരെ കടിക്കിറങ്ങി നമ്മളെ ചെറുക്കനെ കൊണ്ട് പമ്പ് പോയി കാണാൻ അവൻ കുറച്ച് തിന്നാൻ കൊടുത്തു. നമുക്ക് തിന്നാൻ കൊടുത്തില്ലെങ്കിൽ ഓടില്ലല്ലോ. ഓടിയില്ലെങ്കിൽ നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ. നമുക്ക് ഓടാൻ നിർബന്ധമല്ലേ. മക്കളെ നിങ്ങളോട് പറയാൻ അതും കഴിഞ്ഞ് നേരെ കടയിലെത്തിയപ്പോൾ അവിടെ നല്ല കേക്ക് ഉണ്ട്. ചാടിയത്തെ ചായൻ്റെ വകന്ന് കേക്കാണ്. എന്തൊക്കെ ഐറ്റംസ് വെറൈറ്റി കൊണ്ടുവന്ന് ചിന്തിച്ചാണ്ട് കൊടുന്ന കേക്കാണ്. ഏതായാലും നല്ല രസമുണ്ട്. ലുത്തേഫും ഞാൻ അവിടെ ഇരുന്നാണ് കട്ടൻ ചായയും കൂട്ടിയാണ് കേക്ക് അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെരിക്ക പോയത് 2-3 ലോഡൊക്കെ അടിച്ചാണ്ട്. കാരണം ഇന്ന് യോമിൽ ജുമാണ്. നിസ്കാരം കഴിഞ്ഞ് നേരെ പെരി പോയപ്പോൾ നല്ല ചോറുണ്ട്, ചക്കക്കൂട്ടാണ്ട്, ചിക്കൻ കറി ഉണ്ട്. ചക്കക്കൂട്ടാൻ അധികം നമ്മൾ തിന്നില്ല, കാരണം വിസ്ഫോടനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചക്കക്കൂട്ടാൻ നമ്മൾ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. അല്ലെങ്കിലും പെരിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ രസമാണ്. നല്ല സാധാ ചോറും കൂട്ടാനൊക്കെ പെരക്കാരുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു രസം വേറെ രസം തന്നെയാണ്. അത് ഇനി ഹോട്ടൽ ഫുഡിന് ഒന്നിനും കിട്ടൂല കേട്ടോ. ഉച്ചക്കത്തെ തിന്ന് ദഹിക്കാൻ നേരമായിട്ടില്ല. അപ്പോത്തിന് വൈകുന്നേരം നമുക്കൊരു പരിപാടി കിട്ടി. ഒരു കല്യാണ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമല്ല കേട്ടോ. പോയപ്പോൾ നല്ല കുട്ടൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ഗ്രില്ലുണ്ട്, ചിക്കൻ ഗ്രേവി ഉണ്ട്. എന്തൊക്കെ ഐറ്റംസ് അവിടെ കൊണ്ട് പഠിച്ചോ. അതൊക്കെ തിന്ന് നേരെ പുറത്തിറങ്ങിയപ്പോൾ പുഡിങ്, പല ഐറ്റംസ് പുഡിങ് അതും പഠിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നമുക്ക് വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഫുഡ് കൊണ്ടുള്ള കണ്ടന്റ് പഠിച്ചോ നിങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതും കഴിഞ്ഞ് നമ്മൾ ബാർബർ ഷോപ്പ് കയറിയാണ് മുടിയും പെട്ടിയാണ് നേരെ കടയിൽ ചെന്ന് നോക്കിയാൽ പഠിച്ചോനെ എന്താ പിന്നെയും കിടക്കുന്ന ഫുഡ്. വെറുതെ ഒന്നല്ല, നമ്മളെ ഷാവുലിന്റെ ബർത്ത്ഡേ ആണല്ലോ. ഓട്ടോ ഡ്രൈവർ ഷാവുലിന്റെ ബർത്ത്ഡേ ആണ്. ഓൻ കൊടുത്തെന്താ നമ്മൾ ആരെ ബർത്ത്ഡേ ആയാലും വേണ്ട, ഫുഡ് കിട്ടിയാൽ നമ്മൾ അടിക്കുമല്ലോ. ഏതായാലും അൽഹംദുലില്ലാ വീണ്ടും ഇന്നേക്ക് അത് മതി. എന്തെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടെല്ലാം മതിയുള്ളൂ. ഇനിയിപ്പോൾ ഈ മിനി വ്ലോഗ് നമ്മൾ നിർത്തേണ്ടി വരും. വേറെ എന്തെങ്കിലുമൊക്കെ രംഗത്ത് ഇറക്കേണ്ടി വരും, അല്ലാതെ രക്ഷയില്ല. പിടിച്ചേക്കാനുള്ള കണ്ടന്റ് കിട്ടുന്നില്ല. സോ ഇന്നും കൂടി എൻ്റെ വെറുപ്പിക്കൽ സഹിച്ചതിന് നന്ദി, നമസ്കാരം. ലോഡ്സ് ഓഫ് ലവ്, സ്നേഹം മാത്രം. ഉടായിപ്പൻ 2.0.